സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലെത്തിയതോടെ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. പരിഗണനാ പട്ടികയിലുള്ള നേതാക്കൾക്കെതിരെ പലയിടത്തും പരസ്യ പ്രതിഷേധമാണ്. ആറന്മുളയിലും കോതമംഗലം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവർക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ച് പരസ്യ പ്രതിഷേധമുണ്ട്. വൈക്കത്ത് സണ്ണി എം കബിക്കാടിനെതിരെ ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. അതിനിടെ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ലത്തീൻ സഭയും രംഗത്തെത്തി. എന്നാൽ സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങളിൽ ഹൈക്കമാൻഡ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ അതിവേഗം പ്രഖ്യാപിച്ച് ഒരു മുഴം മുന്നേ ഇറങ്ങാൻ നിശ്ചയിച്ച കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് വിവിധ മണ്ഡലങ്ങളിലെ തമ്മിലടി. ആറന്മുളയിൽ അബിൻ വർക്കി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായതോടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അബിൻ വർക്കിയെ മണ്ഡലത്തിൽ വേണ്ടെന്നാണ് പോസ്റ്ററിലെ മുദ്രാവാക്യം. DCC ഓഫീസിന് മുന്നിൽ വരെ പോസ്റ്ററുകളുണ്ട്. രാത്രിയിൽ മൂവർ സംഘം ബൈക്കിലെത്തി പോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ലത്തീൻ കത്തോലിക്ക സഭ രംഗത്തെത്തി. ഷിയാസിനെ മത്സരിപ്പിക്കരുതെന്നാണ് മുഖപത്രമായ ജീവനാഥത്തിലെ ലേഖനം. സഭ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കല്ലെന്നും ലേഖനം മുന്നറിയിപ്പ് നൽകി. വൈക്കത്ത് സണ്ണി എം കബിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കബിക്കാടിനെതിരെ 2 കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. മഹാത്മാഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചെന്നും ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് എതിർപ്പ്. കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സൈബറിടങ്ങളിൽ വിമർശനമുയരുമെന്നും പ്രമേയത്തിൽ പറയുന്നു. കബിക്കാടിന് പകരം K ബിനിമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ബാബു, KPMS സംസ്ഥാന കമ്മിറ്റി അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ KK കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രാദേശിക നേതൃത്വം ഉയർത്തിക്കാട്ടുന്നത്. കോതമംഗലത്ത് ഷിബു തെക്കുംപുറത്തെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വട്ടിപ്പലിശക്കാരനെ കോതമംഗലത്തിന് വേണ്ടെന്നും കണ്ണുനീരിന്റെ പങ്കുപറ്റിയ മുന്നണി നേതൃത്വം മാപ്പ് പറയണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. നാദാപുരത്തും പോസ്റ്റർ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായ പോസ്റ്ററുകൾക്ക് പിന്നാലെ KM അഭിജിത്തിനെതിരെയും പോസ്റ്ററുകൾ നിറയുകയാണ്. ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്നാണ് പോസ്റ്ററിലെ മുദ്രാവാക്യം. ഇതിനിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇളവ് നൽകിയ ഹൈക്കമാൻഡ് കഴിഞ്ഞ തവണ 5000-ൽ താഴെ വോട്ടിന് പരാജയപ്പെട്ടവർക്ക് വീണ്ടും അവസരം നൽകാമെന്ന് വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.